നിങ്ങളുടെ മക്കൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കൂട്ടുകാരുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് പുറത്തു പോകുന്നവരാണോ? ഇനി ക്ലാസ്സുള്ള ദിവസങ്ങളിൽ അവർ സ്കൂളിൽ എത്തുന്നുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? മാതാപിതാക്കളെ കബളിപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്ന അപകടങ്ങളും ചതിക്കുഴികളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ്. കാസർഗോഡ് നിന്ന് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഇറങ്ങിയ 15-കാരി 2 ദിവസം ചിലവഴിച്ചത് കാമുകനൊപ്പം ലോഡ്ജിൽ. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി കൊടവലം സ്വദേശി ദേവാനന്ദൻ 10ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു. കുട്ടി തിരികെ വന്ന ശേഷവും സംഭവത്തെക്കുറിച്ച് വീട്ടുകാർ അറിഞ്ഞില്ല. ഒടുവിൽ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ദേവാനന്ദനെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് യുവാവ് പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി 2 ദിവസം കാഞ്ഞങ്ങാട്ടെ ലോഡ്ജിൽ താമസിച്ച 20-കാരൻ അറസ്റ്റിൽ. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുല്ലൂർ കൊടവലം ഹൗസിലെ കെ ദേവനന്ദനെയാണ് വളപട്ടണം SI CM വിപിൻ അറസ്റ്റ് ചെയ്തത്. ലോഡ്ജിൽ താമസിച്ചതിന് ശേഷം ദേവനന്ദൻ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതിൽ മനംനൊന്ത് പെൺകുട്ടി എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് സംഭവം പുറത്തായത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ദേവനന്ദനും വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരിയുമായ പെൺകുട്ടിയും തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നീട് പ്രണയത്തിലായി. ഒരാഴ്ച മുമ്പ് ദേവനന്ദൻ പെൺകുട്ടിയെ ഫോൺ ചെയ്യുകയും പുറത്തേക്ക് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് കാഞ്ഞങ്ങാട്ടേക്ക് വിളിച്ചുകൊണ്ടുവരികയുമായിരുന്നു. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്നാണ് കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നത്. കാഞ്ഞങ്ങാട്ടെത്തിയ ശേഷം ദേവനന്ദൻ പെൺകുട്ടിയൊപ്പം പല സ്ഥലങ്ങളിൽ കറങ്ങുകയും കാഞ്ഞങ്ങാട്ടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് 2 ദിവസം താമസിക്കുകയും ചെയ്തു. പിന്നീട് തിരികെ വീട്ടിലേക്ക് പോയ പെൺകുട്ടി വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുവത്രേ. എന്നാൽ ദേവനന്ദൻ ഇതിന് തയ്യാറായില്ല. ഇതിലുണ്ടായ മനോവിഷമത്തിലാണ് പെൺകുട്ടി എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. സംഭവത്തിൽ യുവാവിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം വളപട്ടണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്.